നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LDC ഡിഗ്രി ലെവൽ പരീക്ഷാ സിലബസിൽ നൽകിയിട്ടുള്ള സാഹിത്യം എന്ന വിഭാഗത്തിലെ ജ്ഞാനപീഠം നേടിയ മലയാളികൾ അനുബന്ധ വസ്തുതകൾ എന്ന ഭാഗമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരങ്ങളിൽ ഒന്നാണ് ജ്ഞാനപീഠ പുരസ്കാരം. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനകൾക്ക് നൽകി വരുന്ന ഒരു പുരസ്കാരമാണിത്. ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത് ജ്ഞാനപീഠം ട്രസ്റ്റാണ്. ഇതിൻ്റെ സ്ഥാപകൻ ശാന്തി പ്രസാദ് ജെയിനാണ് ഇതിൻ്റെ സ്ഥാപകൻ. 1944 ഇത് രൂപീകരിച്ചു. 1961 മെയ് 22 ജ്ഞാനപീഠം ട്രസ്റ്റ് ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തി. എന്നാൽ ഇത് നൽകി തുടങ്ങിയത് 1965 മുതലാണ്. 1961 ഏർപ്പെടുത്തിയ പുരസ്കാരം നൽകി തുടങ്ങിയത് 1965 മുതലാണ്. വാഗ്ദേവതയായ സരസ്വതീ ദേവിയുടെ വെങ്കല ശില്പം, പ്രശസ്തിപത്രം, 11 ലക്ഷം രൂപ എന്നിവ അടങ്ങുന്നതാണ് പുരസ്കാരം. വാഗ്ദേവതയായ സരസ്വതീ ദേവിയുടെ വെങ്കല ശില്പം, പ്രശസ്തിപത്രം, 11 ലക്ഷം രൂപ എന്നിവ അടങ്ങുന്നതാണ് പുരസ്കാരം. 1965 മുതൽ 1982 വരെ രാജ്യത്തിൻ്റെ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള 8ാം ഷെഡ്യൂളിലെ 22 ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടികൾക്കാണ് സമ്മാനം നൽകിയിരുന്നത്. എന്നാൽ 1982 ശേഷം സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമായി ഇത് മാറി. 2018 മുതൽ 8ാം ഷെഡ്യൂളിലെ 22 ഭാഷകൾക്ക് പുറമെ ഇംഗ്ലീഷിനും ഇത് നൽകി തുടങ്ങി. ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 1965 ജി ശങ്കരക്കുറുപ്പിനാണ്. അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമായ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ആദ്യ പുരസ്കാരം ലഭിച്ചത് മലയാളിയായ ജി ശങ്കരക്കുറുപ്പിനാണ് 1965. രണ്ടാമത് ലഭിച്ചത് ബംഗാളി എഴുത്തുകാരനായ താരാശങ്കർ ബന്ദോപാധ്യായയ്ക്കാണ്. അദ്ദേഹത്തിൻ്റെ ഗണദേവത എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ആദ്യമായി ഇത് ലഭിച്ച വനിത ആശാപൂർണ ദേവിയാണ്. 1976 കൃതി പ്രഥം പ്രതിശ്രുതി. ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വനിതയാണ് ആശാപൂർണ ദേവി, 1976. രണ്ടാമത് ലഭിച്ച വനിതയാണ് പഞ്ചാബി എഴുത്തുകാരിയായ അമൃത പ്രീതം. രണ്ടാമത് ലഭിച്ചത് അമൃത പ്രീതം 1981. ഇതുവരെ 6 മലയാളികൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അവർ ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ജി ശങ്കരക്കുറുപ്പ്. 1965 ഓടക്കുഴൽ എന്ന കൃതിക്ക് ആദ്യമായി ലഭിച്ച മലയാളിയാണ് ജി ശങ്കരക്കുറുപ്പ്. 1965 ഓടക്കുഴൽ എന്ന കൃതിക്ക്. രണ്ടാമത് ലഭിച്ചത് എസ് കെ പൊറ്റക്കാട്. 1980 ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിന്. രണ്ടാമത് ലഭിച്ചത് എസ് കെ പൊറ്റക്കാട്, 1980 ഒരു ദേശത്തിൻ്റെ കഥ. മൂന്നാമത്തെ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് തകഴി ശിവശങ്കരപ്പിള്ള. 1984 തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. 1982 വരെ സാഹിത്യത്തിലെ മികച്ച സൃഷ്ടികൾക്കാണ് സമ്മാനം നൽകിയിരുന്നത്. എന്നാൽ 1982 ശേഷം സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമായാണ് ഇത് മാറിയത്. നാലാമത് ലഭിച്ച മലയാളിയാണ് MT വാസുദേവൻ നായർ. 1995 അദ്ദേഹത്തിന് സമഗ്ര സംഭാവനയ്ക്കാണ് ലഭിച്ചത്. അഞ്ചാമത് ലഭിച്ച മലയാളിയാണ് ONV കുറുപ്പ്. 2007 അഞ്ചാമത് ലഭിച്ച മലയാളി ONV കുറുപ്പ് 2007. ഏറ്റവും അവസാനവും ആറാമതുമായി ലഭിച്ച മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2019 അവസാനം ലഭിച്ച മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി 2019. 55ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ജ്ഞാനപീഠം ലഭിക്കുന്ന 60ാമത്തെ വ്യക്തിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ജ്ഞാനപീഠം ലഭിച്ച മലയാളികളെ ഒന്നുകൂടെ നോക്കാം. ആദ്യത്തേത് ജി ശങ്കരക്കുറുപ്പ് 1965 ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിന്. 2 എസ് കെ പൊറ്റക്കാട് 1980 ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതിക്ക്. മൂന്നാമത് തകഴി ശിവശങ്കരപ്പിള്ള 1984 സമഗ്ര സംഭാവനയ്ക്ക്. നാലാമത്തേത് MT വാസുദേവൻ നായർ 1995. അഞ്ചാമത്തേത് ONV കുറുപ്പ് 2007. ആറാമത്തേത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി 2019.
2025 60ാമത് പുരസ്കാരം തമിഴ് എഴുത്തുകാരനും കവിയും ഗാനരചയിതാവുമായ ആർ വൈരമുത്തുവിന് ലഭിച്ചു. തമിഴിൽ നിന്ന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന മൂന്നാമത്തെ വ്യക്തിയാണ് ആർ വൈരമുത്തു. 1975 അഖിലൻ, 2002 ജയകാന്തൻ എന്നിവർക്കാണ് ഇതിനു മുൻപ് ജ്ഞാനപീഠം ലഭിച്ച തമിഴ് എഴുത്തുകാർ. 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർ വൈരമുത്തുവിനാണ്. 2024 ലഭിച്ചത് വിനോദ് കുമാർ ശുക്ല എന്ന ഹിന്ദി എഴുത്തുകാരനാണ്. 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് വിനോദ് കുമാർ ശുക്ല എന്ന ഹിന്ദി എഴുത്തുകാരനാണ്. ഏറ്റവും കൂടുതൽ ജ്ഞാനപീഠം നേടിയ ഭാഷ ഹിന്ദിയാണ്, 11 തവണ. ഏറ്റവും കൂടുതൽ ജ്ഞാനപീഠം നേടിയിട്ടുള്ള ഭാഷയാണ് ഹിന്ദി, 11 തവണ.